പുനലൂർ കേന്ദ്രമാക്കി പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന മീഡിയേഷൻ സബ് സെന്റർ തിങ്കളാഴ്ച പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. MACT കോടതിയോടനുബന്ധിച്ചാണ് മീഡിയേഷൻ സബ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് S. സിരിജകൻ സബ് സെന്റർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇതങ്ങ് മറച്ച് ക്ലിയർ ചെയ്ത് പെയിന്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കോടതിയിലെത്തുന്ന കേസുകൾ ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കാനുള്ള നൂതനവും വിപ്ലവകരവുമായ ഒരു സംവിധാനമാണ് മീഡിയേഷൻ. ഒരു മധ്യസ്ഥൻ മുഖേനയുള്ള ഒത്തുതീർപ്പാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരാതിക്കാർക്ക് മുഖാമുഖം തുറന്ന ആശയവിനിമയം നടത്താനും ഉചിതമായ തീരുമാനമെടുക്കാനുമുള്ള വേദിയാണ് മീഡിയേഷൻ സബ് സെന്റർ എന്ന് ജസ്റ്റിസ് സിരിജകൻ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു വർത്തമാനം ഉണ്ട്. അതായത് ഈ കേരളത്തിലെ നീതിന്യായ സംവിധാനം ഇന്ത്യയിൽ ഏറ്റവും മികച്ചപ്പെട്ടതെന്ന് സുപ്രീം കോടതി പോലും വാഴ്ത്തപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഈ മീഡിയേഷൻ എന്നുള്ള പ്രക്രിയ നമ്മുടെ കേരളത്തിൽ വന്ന് 2008 ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയത് 2005. ഡൈവേഴ്സിന് സമ്മതിച്ച് അതിന്റെ കണ്ടീഷൻസ് മുഴുവൻ ആ സെറ്റിൽമെന്റിൽ ഉൾപ്പെടുത്തും. ഈ കണ്ടീഷൻസ് എല്ലാം നിയമത്തിനനുസരണമായിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അതനുസരിച്ച് കോടതി നിങ്ങൾക്ക് ഡിഗ്രി തരും. വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയേഷൻ ഒരു പർട്ടിക്കുലർ കേസ്, ഫോർ എക്സാമ്പിൾ മെയിൻ്റനൻസിന്റെ കേസാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ ആ മെയിൻ്റനൻസിന്റെ കേസ് മാത്രമല്ല അവിടെ സെറ്റിൽ ചെയ്യാം. ഇവര് തമ്മിലുള്ള എല്ലാ ഡിസ്പ്യൂട്ട്സും അതിൽ സെറ്റിൽ ചെയ്യാം. അതിനെല്ലാം ഡിഗ്രി കിട്ടുകയും ചെയ്യും. ഈ കോടതിയിലെ പ്രക്രിയയും മീഡിയേഷനുമായിട്ടുള്ള പ്രധാന വ്യത്യാസവും അതാണ്. കോടതിയിൽ കേസ് തീർപ്പാക്കിയാൽ ആ കേസിൽ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. നേരെ മറിച്ച് മീഡിയേഷൻ വഴി തീരുകയാണെങ്കിൽ ഈ കക്ഷികൾ തമ്മിൽ എന്തെല്ലാം തർക്കങ്ങളുണ്ടോ ഈ കേസിലുള്ളതും അല്ലാത്തതുമായ എല്ലാ തർക്കങ്ങൾക്കും സെറ്റിൽമെന്റ് ഉണ്ടാക്കിയാൽ ആ മറ്റു തർക്കങ്ങൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതിന് ഡിഗ്രി തരാൻ ഈ കോടതി ബാധ്യസ്ഥരാണ്. ഈ മീഡിയേഷൻ പ്രക്രിയയിൽ ഈ കക്ഷികൾക്ക് തുറന്നു സംസാരിക്കാം, എന്തും സംസാരിക്കാം. അവരുടെ മനസ്സിലുള്ള സകല വികാരങ്ങളും പ്രകടിപ്പിക്കും. ആ പ്രകടനത്തിനിടയിൽ അഥവാ ഈ അവരുടെ കേസിന് എതിരായിട്ടുള്ള സംഗതികളാണ് പറയുന്നതെങ്കിൽ പോലും ആ കക്ഷിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും അതുകൊണ്ടുണ്ടാകില്ല. കാരണം ഈ മീഡിയേഷൻ പ്രോസസ്സിൽ നടക്കുന്ന ഒരു കാര്യവും കോടതിയിൽ പറയാൻ പാടുള്ളതല്ല. ആരെങ്കിലും പറയാൻ ശ്രമിച്ചാൽ ആ ജുഡീഷ്യൽ ഓഫീസർ അത് അപ്പോൾ തന്നെ പ്രൊഹിബിറ്റ് ചെയ്യും. വക്കീലന്മാരുടെ ആത്മാർത്ഥമായ സഹകരണമില്ലാതെ മീഡിയേഷൻ എന്ന പ്രോസസ്സ് ഒരിക്കലും സക്സസ്ഫുൾ ആകില്ല. ഈ മീഡിയേഷൻ എന്ന പ്രോസസ്സ് വക്കീലന്മാർക്ക് ദോഷകരമാണെന്നുള്ള ഒരു തെറ്റായ ധാരണയും നിലവിലുണ്ട്.
ജില്ലാ ജഡ്ജി ജി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പുനലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ എസ് പ്രസന്നകുമാർ സ്വാഗതം പറഞ്ഞു. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു, സംസ്ഥാന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ സെന്റർ ഡയറക്ടർ കെ സത്യൻ, പുനലൂർ MACT ജഡ്ജ് KM രാജമോഹൻ, നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ, കെപ്കോ ചെയർമാൻ കെ പത്മകുമാർ, ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിളക്കുടി S രാജേന്ദ്രൻപിള്ള, വാർഡ് കൌൺസിലർ വത്സ JP ജോൺ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് F കാസ്ലസ് ജൂനിയർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.